Hello my dear students, welcome back to Akash YouTube channel. So ഈ വീഡിയോയിലൂടെ നമ്മൾ പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ജെഇ നീറ്റ് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പുള്ളി സിസ്റ്റം പഠിക്കുന്നുണ്ട് അല്ലേ. ബേസിക് പുള്ളി നമ്മൾ പഠിക്കുന്നുണ്ട്, അതുപോലെ മൾട്ടിപ്പിൾ പുള്ളി വരുന്ന കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ എടുത്തിരുന്ന ഒരു അസംഷൻ എന്താണ്? പുള്ളി എന്ന് പറയുന്നത് മാസ്ലെസ് ആയിട്ടുള്ള ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ നമുക്ക് പുള്ളിക്ക് മാസ് വരുന്ന പ്രോബ്ലംസ് വരാം അല്ലെ. മാസ് ഉള്ള പുള്ളി ഉണ്ടെന്ന് പറയാം. അങ്ങനെയുള്ളൊരു കേസ് വന്നാൽ അവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റത്തിലെ സ്ട്രിങ്ങിലെ ടെൻഷൻസ് ചോദിക്കാം. അതുപോലെ ആ പുള്ളി സിസ്റ്റത്തിൽ വരുന്ന മാസുകളുടെ ആക്സലറേഷൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മാസ് ഉള്ള പുള്ളിയിലെ ടെൻഷനും അല്ലെങ്കിൽ പുള്ളി സിസ്റ്റത്തിലെ ടെൻഷനും അതുപോലെ തന്നെ ആക്സലറേഷനും എങ്ങനെ ഫൈൻഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾ റെഡി അല്ലേ? യെസ്. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ട്, യു ഹാവ് എ ബേസിക് അറ്റ്വുഡ്സ് മെഷീൻ അല്ലെ. ഒരു ബേസിക് പുള്ളി സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്. 2 ബ്ലോക്ക് അതൊരു പുള്ളിയിൽ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. നോർമലി പുള്ളിയുടെ ഫംഗ്ഷൻ എന്താണ്? ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ പുള്ളിക്ക് മാസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ഒരു എഫക്ട് കൂടി ഈ പാർട്ടിക്കിൾസിൽ വരുന്ന ആക്സലറേഷനിൽ ഉണ്ടാവും. അപ്പൊ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. റെഡി അല്ലേ? നോക്കൂ. സോ 2 മാസുകളാണ് M1 M2. 2 ബ്ലോക്സ്, അവരുടെ മാസുകൾ M1 M2. ലെറ്റ്സ് സേ ദ പുള്ളി ഈസ് ഹാവിംഗ് സം മാസ് M എന്ന് ചേർക്കാം. പുള്ളിയുടെ മാസ് M ആണെന്ന് എടുക്കുക. പുള്ളിക്ക് ഒരു റേഡിയസ് ഉണ്ടെന്ന് വെച്ചോളൂ, R. നോർമലി ഇത്തരത്തിലുള്ള പ്രോബ്ലത്തില് പുള്ളിയെ നമ്മളൊരു ഡിസ്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പുള്ളിക്ക് എത്ര മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് mr²/2 എന്ന് പറയാം അല്ലെ. നോക്കാം. അപ്പൊ ഈ സിസ്റ്റത്തിൽ നിങ്ങൾ നോക്കുമ്പോൾ ലെറ്റ് us assume M1 എന്ന് പറയുന്ന മാസ് ഗ്രേറ്റർ ദാൻ M2 ആണ്. അങ്ങനെ ആകുമ്പോൾ M1ന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് M1g. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരു ടെൻഷൻ ബിൽഡ് ചെയ്യുന്നു, T1. ഇത് T1 ആണെങ്കിൽ ഒബ്വിയസ്ലി ഇവിടേക്ക് ഒരു T1 ആക്ട് ചെയ്യുന്നുണ്ട്. ദെൻ വി ഹാവ് M2g. ദർ ഇസ് എ ടെൻഷൻ T2 അല്ലെ. അതേ ടെൻഷൻ വീണ്ടും ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ, നോർമലി നമ്മളൊരു മാസ്ലെസ് പുള്ളി എടുത്തു കഴിഞ്ഞാൽ ഈ ടെൻഷൻസ് ത്രൂ ഔട്ട് ദ സ്ട്രിങ് സെയിം ആയിരുന്നു അല്ലെ, ഒരേ വാല്യൂ തന്നെയായിരുന്നു. എന്നാൽ പുള്ളിക്ക് മാസ് വരുന്നത് കൂടി കാര്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും. 2 സ്ട്രിങ്ങിലും ഡിഫറെന്റ് ടെൻഷൻസ് ആണ് ബിൽഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ടെൻഷൻസ് ഫൈൻഡ് ചെയ്യുക, അതുപോലെ പുള്ളിയുടെ ഈ ബ്ലോക്സിന്റെ ആക്സലറേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാം. ഇതിൽ മാസ് ഓഫ് M1 അല്ലെ, M1 എന്ന് പറയുന്ന മാസ് വലുതായതുകൊണ്ട് അത് താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം M2 മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. ഈ സ്ട്രിങ്ങിലെ എല്ലാ പോയിന്റ്സും ഈ പുള്ളിയുടെ ഈ പെരിഫറിയിൽ വരുന്ന എല്ലാ പോയിന്റ്സും സെയിം ആക്സിലറേഷൻ ആണുള്ളത്. എല്ലാവരുടെയും ആക്സിലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ഫസ്റ്റ് ബ്ലോക്കിന്റെ ഫ്രീ ബോഡി ഡയഗ്രം ഒന്ന് വരച്ചു. M1 മാസ്, അതിന്റെ വെയിറ്റ് M1g, ടെൻഷൻ ഇസ് T1, താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്കിൽ ഈ ബോഡിയിലെ നെറ്റ് ഫോഴ്സ് എങ്ങനെ എഴുതാം? M1g മൈനസ് T1 ഈക്വൽ ടു M1a. ഓക്കെ ആണല്ലോ അല്ലെ. അറ്റ് ദ സെയിം ടൈം രണ്ടാമത്തെ ബ്ലോക്ക് എടുത്തോളൂ. മാസ് M2, വെയിറ്റ് M2g, ടെൻഷൻ ഇസ് T2 there, ആക്സിലറേഷൻ മുകളിലോട്ടാണല്ലോ. എങ്കിൽ T2 എന്ന് പറയുന്ന ടെൻഷൻ മൈനസ് M2g, ഇതാണ് ഈ ബ്ലോക്കിലെ നെറ്റ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു M2a എന്ന് എഴുതാം അല്ലെ. ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ 1. ഹിയർ ഇറ്റ് ഈസ് ഇക്വേഷൻ 2. ഇപ്പൊ 2 ഇക്വേഷൻസ് നമ്മൾ ബിൽഡ് ചെയ്തു അല്ലെ. ഇനി ഏറ്റവും നല്ലത്, ഞാൻ ഈ 2 ഇക്വേഷൻസ് ആഡ് ചെയ്യാൻ പോവാണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നോക്കിയേ. 1 ഉം 2 നമ്മൾ ആഡ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം എന്ത് കിട്ടിയ നോക്കിയേ, M1g മൈനസ് M2g അല്ലെ. റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക, ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുക. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇങ്ങനെയാണ്, M1g മൈനസ് M2g പ്ലസ് T2 മൈനസ് T1 ഈക്വൽ ടു M1a പ്ലസ് M2a. ഇതൊന്ന് g നമ്മൾ കോമൺ ആയി പുറത്തെടുത്തു. സോ M1 മൈനസ് M2 ഇൻറ്റു g അല്ലെ. ഇതതുപോലെ തന്നെ T2 മൈനസ് T1 ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു a. സോ ഈ ഇക്വേഷനും നമുക്ക് T2 മൈനസ് T1 ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ആക്സലറേഷൻ കണ്ടെത്താം. അതെങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ്
ഈ ഒരു ക്വസ്റ്റ്യന്റെ അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ ഒരു പുള്ളിക്ക് മാസ് ഉണ്ട്. മാസ് ഉള്ള പുള്ളി ആയതുകൊണ്ട് തന്നെ ഒബിയസ്ലി ഇറ്റ് ഈസ് ഹാവിംഗ് സം മൊമെന്റ് ഓഫ് ഇനർഷ്യ. T1 എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ, M1 താഴോട്ട് വരുമ്പോൾ M2 മുകളിലോട്ട് കയറുന്നു. ഈ പുള്ളി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആസ് പെർ ദ ഫിഗർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റൊട്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഈ രണ്ട് ടെൻഷൻസ് തരുന്ന ടോർക്കാണ് സഹായിക്കുക. അതില് T1 തരുന്ന ടോർക്ക് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്, T2 തരുന്ന ടോർക്ക് ആ ക്ലോക്ക് വൈസ് മോഷനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, നെറ്റ് ടോർക്ക് വർക്ക്ഔട്ട് ചെയ്യുന്നു. നെറ്റ് ടോർക്ക് ഓൺ ദ പുള്ളിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ടോർക്ക് നോക്കിയടാ, ടോർക്ക് ഇസ് ഈക്വൽ ടു T1 into R മൈനസ് T2 into R. T1 എന്ന് പറയുന്ന ടെൻഷനാണ് കൂടുതൽ ടോർക്ക് തരുന്നത്, അതുകൊണ്ട് ഞാൻ ആ ഡയറക്ഷൻ പോസിറ്റീവ് ആക്കി എടുക്കുകയാണ്. സോ ദാറ്റ് ടെൻഷൻ ടോ ഇസ് ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു R എന്ന് കിട്ടി. ഈ ടേമില് ടോർക്കിന് നമുക്ക് I ആൽഫ എന്ന് എഴുതാം. I എന്ന് പറഞ്ഞാൽ എന്താണ്, റൊട്ടേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റം, ദാറ്റ് ഈസ് ആ പുള്ളിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ആൽഫ ഇസ് ദി ആംഗുലർ ആക്സലറേഷൻ. സോ ദാറ്റ് I ആൽഫ ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു R എന്ന് കിട്ടി. Now നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൽഫ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ആംഗുലർ ആക്സലറേഷൻ അല്ലേ. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ടാൻജൻഷ്യൽ ആക്സലറേഷൻ ബൈ റേഡിയസ് എന്ന് എഴുതാം. സോ ദാറ്റ് ആൽഫ എന്ന് പറയുന്നതിന് പകരം ഞാൻ A/R എന്ന് എഴുതി അല്ലേ. നമ്മുടെ പുള്ളിയുടെ എല്ലാ പോയിന്റ് എടുത്താലും അതിന് ടാൻജന്റ് ആയിട്ട് വരുന്ന ആക്സലറേഷന്റെ മാഗ്നിറ്റ്യൂഡ് A ആണ്. അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ള ആക്സലറേഷൻ ആണ് M1 M2 ഉള്ളത്. സോ ദാറ്റ് I ഇൻറ്റു A/R ഈക്വൽ ടു T1 മൈനസ് T2 ഇൻറ്റു R എന്ന് എഴുതി. നൗ ലെറ്റ് us ഡു ദിസ്. T1 മൈനസ് T2 എന്തായി കിട്ടുന്നു, A ഡിവൈഡഡ് ബൈ R സ്ക്വയർ എന്ന് വന്നു അല്ലേ. നോക്കിയേ, ഇവിടെ T2 മൈനസ് T1 ഉണ്ട്, ഞാൻ അതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ യു ക്യാൻ സീ ഹിയർ, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, അത് ഞാൻ ഇവിടെ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ വി ഹാവ് ദിസ് M1 മൈനസ് M2 ഇൻറ്റു G. നോക്കണം, ഇവിടെ T1 മൈനസ് T2 ആണ്, ഇവിടെ T2 മൈനസ് T1 ആണ്. സോ ദാറ്റ് നെഗറ്റീവ് ഓഫ് ദിസ് വാല്യൂ ആണ് ഇവിടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. മൈനസ് ഓഫ് I ഇൻറ്റു A ഡിവൈഡഡ് ബൈ R സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു M1 പ്ലസ് M2 ഇൻറ്റു A. ഇവിടെയും A വരുന്നുണ്ട്, ഇവിടെയും A വരുന്നുണ്ട്, അത് കോമൺ ആയി അങ്ങ് എഴുതാം. സോ ദാറ്റ് M1 മൈനസ് M2 ഇൻറ്റു G ഈക്വൽ ടു ഈ എൻറ്റയർ ടൈം അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ M1 പ്ലസ് M2 പ്ലസ് I ബൈ R സ്ക്വയർ. A നമ്മൾ കോമൺ ആയി എഴുതി. ഫ്രം ഹിയർ നമുക്ക് പറയാൻ പറ്റും ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്സ് എന്ന് പറയുന്നത് M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ബൈ റേഡിയസിന്റെ സ്ക്വയർ ആണ്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇപ്പൊ ഇവിടുന്ന് എന്ത് മനസ്സിലായടാ, ബ്ലോക്സിന്റെ മാസ്, പുള്ളിയുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, പുള്ളിയുടെ റേഡിയസ്, ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്ലോക്ക് എത്ര മാഗ്നിറ്റ്യൂഡ് ആക്സലറേഷൻ തരും എന്നുള്ളത്, ഈ ബ്ലോക്കിന് എത്ര മാഗ്നിറ്റ്യൂഡ് ഉള്ള ആക്സലറേഷൻ ഉണ്ടാകും എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഓക്കെ അല്ലേ. അടുത്ത ടാസ്ക് എന്താണ്, ടെൻഷൻസ് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇക്വേഷൻ 1ഉം ഈ ഇക്വേഷൻ 2ഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി. ഞാൻ അതുകൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കാണിക്കാം, ശ്രദ്ധിച്ചോളൂ. ഇക്വേഷൻ 1 എന്തായിരുന്നു, M1G മൈനസ് T1 ഈക്വൽ ടു M1A. ഫ്രം ഹിയർ T1 എങ്ങനെ എഴുതാടാ, M1G മൈനസ് M1A. Now we have the equation for acceleration. ആക്സലറേഷനെ നമ്മൾ മാറ്റുന്നു. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ കൊടുക്കുവാണ്. M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് I ബൈ R സ്ക്വയർ. ദെൻ ഈ M1G എന്നുള്ള ടേം കണ്ടോ നിങ്ങൾ, കോമൺ ആയിട്ട് ഈ രണ്ട് ടേംസിലും ഉണ്ട്, അതുകൊണ്ട് ഞാൻ M1Gയെ ഔട്ട് സൈഡ് എടുത്തു. സോ ദ റിമൈനിങ് വിൽ ബി 1 minus of M1 minus M2 by M1 plus M2 plus I divided by R square. Let us do the cross multiplication. ഞാൻ ഇതിനെ ഒന്ന് ക്രോസ് ചെയ്യാം.
സോ m1g ഇൻറ്റു ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? m1 പ്ലസ് m2 പ്ലസ് i ബൈ ആർ സ്ക്വയർ. നൗ ഐ എം ഓപ്പണിംഗ് ദിസ് ബ്രാക്കറ്റ്. അപ്പൊ എന്താ കിട്ടുക? മൈനസ് m1 പ്ലസ് m2 ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് i by r square. Now we can cancel these two terms. m1 minus m1 got cancelled. m2 becomes 2m2. So the final expression for the tension T1 will be m2 add ചെയ്ത് കഴിഞ്ഞാൽ 2m2 plus I by r square whole divided by m1 plus m2 plus I by r square. ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഓർക്കുക കേട്ടോ, ടെൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ദ സെയിം ടൈം T2 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. യു കൻ ഓൾസോ ഫൈൻഡ് T2 നമുക്ക് ഇവിടുന്ന് ഫൈൻഡ് ചെയ്യാം. എങ്ങനെ ചെയ്യേണ്ടത്? ലെറ്റ് us കൺസിഡർ ദി ഇക്വേഷൻ 2. ഇക്വേഷൻ 2 ഇങ്ങനെയല്ലേ? T2 മൈനസ് m2g ഈക്വൽ ടു m2a. ഫ്രം ഹിയർ എങ്ങനെ എഴുതാടാ? T2 എന്ന് പറയുന്നത് m2g മൈനസ് m2g ഇങ്ങോട്ട് വന്നു പ്ലസ് ആയി m2g പ്ലസ് m2a എന്നാണല്ലോ വരിക. Now let us substitute this value for acceleration here. അപ്പൊ എന്താ കിട്ടുന്നത് നോക്കി. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ m1 മൈനസ് m2 ഇൻറ്റു g ബൈ m1 പ്ലസ് m2 പ്ലസ് i ബൈ ആർ സ്ക്വയർ. എഗെയിൻ നമ്മള് കോമൺ ടേംസ് ഔട്ട് സൈഡ് എടുക്കുവാണ്. കാണുന്നുണ്ടല്ലോ m2g, ഇവിടെ ഒരു m2g ഉണ്ട്. സോ നമുക്കത് ഔട്ട് സൈഡ് എടുക്കാം. സോ വി ഹാവ് ദിസ് m2g is taken commonly outside. ഇവിടെ ഒരു 1 വരുന്നുണ്ട്. Then we have plus m1 minus m2 by m1 plus m2 plus I by r square. ക്രോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നോക്കിയടാ. m2g into m1 plus m2 plus I by r square. ഈ ബ്രാക്കറ്റ് അങ്ങ് നമ്മൾ ഓപ്പൺ ചെയ്യും. ദാറ്റ് ഈസ് ഓൾറെഡി m1 മൈനസ് m2 തന്നെയാണ് ബൈ ടോട്ടൽ മാസ് m1 പ്ലസ് m2 പ്ലസ് I by r സ്ക്വയർ. സോ ഇവിടെ നമുക്ക് ഈ ടേം അങ്ങ് ക്യാൻസൽ ചെയ്യാം. m1 ആഡ് ചെയ്യുന്നു. സോ ദ ഫൈനൽ ഇക്വേഷൻ വിൽ ബി m2g into 2 times m1 plus I by r square divided by m1 plus m2 plus I by r square. ഈ രണ്ട് ഇക്വേഷൻസ് T1 T2 എന്ന് പറയുന്ന രണ്ട് ടെൻഷൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. T1ന്റെ ഈ ഒരു സഫിക്സ് നിങ്ങൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ T2 കിട്ടുന്നുണ്ട്. ഇവിടെ പുള്ളിക്ക് മാസ് ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ I എന്ന് പറയുന്നത് 0 ആയി മാറും. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച ബേസിക് പുള്ളി സിസ്റ്റത്തിന്റെ ടെൻഷൻസിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, നമുക്കൊരു പ്രോബ്ലം കൂടി ഇതിന്റെ കൂടെ ചെയ്യാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള ഒരു ബേസിക് പ്രോബ്ലം, അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. നമുക്കൊന്ന് എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ അറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വായിച്ചു നോക്കിയടാ. 2 masses m1 and m2 are joined with the help of massless string passing over a pulley of radius r, mass m. Assume that string doesn't slip over the pulley. മനസ്സിലാക്കണം, ഈ സ്ട്രിങ് നമ്മുടെ ഈ പുള്ളിയുടെ മുകളിലൂടെ സ്ലിപ്പ് ചെയ്യുന്നില്ല. m1 എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിന്റെ മാസ് അത് 10 kg ആണ്. m2 5 kg ആണ്. മാസ് ഓഫ് ദ പുള്ളി ഈസ് ഗിവൺ ആസ് 10 kg again. റേഡിയസ് ഓഫ് ദ പുള്ളി ഓൾസോ തന്നിട്ടുണ്ട്. എത്രയാണ്? 1 meter. ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ ഓഫ് ഈച്ച് ബ്ലോക്ക്. ഓരോ ബ്ലോക്കിന്റെയും ആക്സിലറേഷൻ എന്താണെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, കാൽക്കുലേറ്റ് ദ ടെൻഷൻസ് ഇൻ ദി ത്രെഡ്. ഈ ത്രെഡിൽ ഉണ്ടാവുന്ന ടെൻഷന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തു ഇതിന്റെ കോൺസെപ്റ്റ്. നമുക്കൊന്ന് ജസ്റ്റ് പറയാം. m1ന്റെ വെയിറ്റ് ആയി m1g താഴോട്ട് വരുന്നു. ഇവിടുത്തെ വെയിറ്റ് ആകട്ടെ m2g. ടെൻഷൻസ് നോക്കിയടാ. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ T1ഉം ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ T2 ആണ്. m1 താഴോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന റേറ്റ് a, m2 മുകളിലോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്ന റേറ്റ് a. ബിക്കോസ് m1ന്റെ മാസ് വലുതാണല്ലേ, 10 kg ആണ് കമ്പയർഡ് ടു m2. ഇനി നമ്മൾ ചെയ്യുന്നത് നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ഉണ്ടല്ലോ, അതിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ
m1 minus m2 into g divided by m1 plus m2 plus I by r square അല്ലേ? നമുക്കറിയാലോ ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്ന ടേമിനെ വേണോ വെച്ചാല് എം ആർ സ്ക്വയർ ബൈ 2 ആർ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ഐ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു പുള്ളിയെ നമുക്ക് ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാടാ? എം ആർ സ്ക്വയർ ബൈ 2 about an axis passing through its center and perpendicular to its plane. ഇവിടെ നമുക്ക് ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്യുന്നു. എം ബൈ 2 എന്നുള്ള ടേം വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാം. സോ നമ്മുടെ ഫൈനൽ ഇക്വേഷൻസ് ഈ രീതിയിൽ അങ്ങ് മാറും. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ m1 മൈനസ് m2 ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m ബൈ 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? m1 എന്ന് പറഞ്ഞാൽ 10 മൈനസ് m2 5 വന്നു, ജിയുടെ വാല്യൂ 10 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 10 പ്ലസ് 5 പ്ലസ് 10 ബൈ 2. ക്യാപിറ്റൽ എം 10 ആണല്ലോ. സോ ദാറ്റ് ആക്സലറേഷൻ വിൽ ബി, നോക്കൂ എത്ര കിട്ടുന്നേ? 50 ഡിവൈഡഡ് ബൈ 20 വിൽ ഗിവിംഗ് യു 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്ര മാഗ്നിറ്റ്യൂഡ് ആണ് ബ്ലോക്സിന്റെ ആക്സലറേഷൻ വരുന്നത്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ടെൻഷൻസ് കണ്ടെത്താനാണ്. നമുക്ക് ഇക്വേഷൻസ് അറിയാം, ടെൻഷൻസിന്റെ ഇക്വേഷൻസ് അറിയാം. തൊട്ടു മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തു. T1 എന്ന് പറയുന്ന ടെൻഷനാണ് ഫൈൻഡ് ചെയ്യുന്നതെങ്കിൽ m1g ഇൻറ്റു 2 ടൈംസ് ഓഫ് m2 പ്ലസ് I ബൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് I ബൈ ആർ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നാലോ? ഇവിടെ നമ്മൾ I ബൈ ആർ സ്ക്വയറിന് പകരം ക്യാപിറ്റൽ M ബൈ 2 വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ ദാറ്റ് m1g ഇൻറ്റു 2m2 പ്ലസ് m ബൈ 2 divided by total mass m1 plus m2 plus m by 2. Let us do the substitution. നമുക്ക് വാല്യൂസ് കൊടുത്തു തുടങ്ങാം. m1 എത്രയാണ്? m1 10 ആയിരുന്നു. 10 ഇൻറ്റു ജിയുടെ വാല്യൂ 10 വന്നു. 2m2 മീൻസ് 2 ഇൻറ്റു 5 പ്ലസ് 10 ബൈ 2 ഹോൾ ഡിവൈഡഡ് ബൈ 10 പ്ലസ് 5 പ്ലസ് 10 ബൈ 2. സോ വാല്യൂസിലേക്ക് നമ്മൾ എത്തുന്നു. ദിസ് വിൽ ബി 100 പ്ലസ് ഇവിടെ 10 വന്നു, ഇവിടെ ഒരു 5 വരുന്നുണ്ട്, താഴെ നമുക്കൊരു 20. 100ഉം 20 ക്യാൻസൽ ചെയ്യുന്നു, 5 കിട്ടി. 5 ഇൻറ്റു 15 വിൽ ഗിവിംഗ് അസ് 75 ന്യൂട്ടൺ. 75 ന്യൂട്ടൺ ആണ് T1 കിട്ടുക. സെയിം വേ നമ്മൾ T2ന്റെ ഇക്വേഷൻ ബിൽഡ് ചെയ്താലോ? T2 ഓൾസോ m2 ഇൻറ്റു ജി പ്ലസ് 2 ടൈംസ് ഓഫ് m1 പ്ലസ് ഈ I ബൈ ആർ സ്ക്വയറിന് പകരം ഞാൻ ഡയറക്റ്റ് ആയിട്ട് m ബൈ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m ബൈ 2. വാല്യൂസ് കൊടുക്കുന്നു. m2ന് പകരം 5, g 10, 2 ടൈംസ് ഓഫ് 10 പ്ലസ് 10 ബൈ 2 അല്ലെ? സ്മോൾ m1 എന്ന് പറഞ്ഞാൽ 10 ആണ്, ക്യാപിറ്റൽ M എന്ന് പറഞ്ഞാലും 10 കിലോഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 10 plus 5 plus 10 by 2. That is giving us 50 by 20 into 20 plus 5. So that is, നമ്മളിത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 25 by 2, 125 by 2, which is 62.5 Newton force. അപ്പൊ നമ്മള് ആക്സലറേഷൻ കണ്ടെത്തി, ടെൻഷൻസ് ഫൈൻഡ് ചെയ്തു. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒന്ന് ഓർത്തിരിക്കുക, പുള്ളിക്ക് മാസ് വന്നു കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ ഓൾ ദ ബെസ്റ്റ്, ടേക്ക് കെയർ.